എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മളായിരിക്കുകയാണ്. മാനസാന്തരത്തിൻ്റെ മണിക്കൂർ. ഷെക്കേന ന്യൂസിലൂടെ സ്വർഗം തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. എത്ര വലിയ കാരുണ്യമാണ് കർത്താവ് നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവകരുണയുടെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ സാർവത്രിക സഭയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഒപ്പം പുതുഞായർ നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അവിടുത്തെ കാരുണ്യമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ശാശ്വതമാണ്, മാറിപ്പോകാത്തതാണ്, അതൊരിക്കലും മാറ്റം സംഭവിക്കാത്തതാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങൾ. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, പാപത്തിന് മരിച്ചവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ കരുണയാണ്. അവിടെ നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ സമ്പത്തിനാൽ അവിടുന്ന് കൃപയാൽ നമ്മെ രക്ഷിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമുക്ക് നിത്യമായ രക്ഷ പ്രദാനം ചെയ്യുകയാണ്. എത്ര മഹത്തായ രക്ഷയാണ് തൻ്റെ കാരുണ്യത്തിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമുക്കായി നേടിത്തന്ന രക്ഷയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-5 വചനങ്ങൾ. നമ്മുടെ കർത്താവ് ആരാണെന്നും കർത്താവിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നും ഈ വചനങ്ങളിലൂടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും, ആ വചനം ഡിസ്പ്ലേ ചെയ്തേ, നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. എൻ്റെ സഹോദരങ്ങളെ, ആ വചനം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ആ 4-ാം വചനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. നമ്മൾ ശ്രദ്ധിച്ച്, നമ്മുടെ ദൈവത്തിൻ്റെ ആ കാരുണ്യം നമ്മുടെ മേൽ പകരപ്പെട്ടപ്പോൾ നമുക്ക് എന്താ ലഭിച്ചത്? നിത്യമായ രക്ഷ ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവ കാരുണ്യത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് നിത്യമായ രക്ഷയാണ്. കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാകരുണയാൽ
നമ്മെ വീണ്ടെടുത്ത് നിത്യമായി രക്ഷിച്ചു. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മെ എന്നേക്കുമായി വീണ്ടെടുത്ത് രക്ഷിക്കുകയാണ്. ഇതേ സത്യം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ അവിടെ എന്താ സെന്റ് പോൾ പറയുന്നത്? ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ്? ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം നമുക്ക് ഈ ലോകത്തിൽ ഭൗതികമായ നന്മകൾ ലഭിച്ചത് മാത്രമാണോ? നമുക്ക് മനോഹരമായ ഒരു വീട് ലഭിച്ചു, നമുക്ക് സഞ്ചരിക്കുവാൻ ഒരു കാറ് ലഭിച്ചു, ആരോഗ്യമുള്ള മക്കളെ കിട്ടി, നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവം തന്നു, ജോലി തന്നു, ബിസിനസ് തന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ ഈ ഭൗതികമായ നന്മകളാണോ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം? അത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ കാരുണ്യമാണ് കർത്താവ് എന്നോടും നിങ്ങളോടും കാണിച്ചിരിക്കുന്നത്. എന്താണ്? പൗലോസിലേക്ക് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനം. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപികളായിരിക്കെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കഠിന പാപികളായിരിക്കെ കർത്താവിൻ്റെ സ്നേഹത്തിന് യാതൊരു വിധത്തിലും യോഗ്യതയില്ലാതിരിക്കെ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കുരിശിൽ അവസാനത്തുള്ള രക്തം വരെ നമുക്കായി നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുകയാണ്. അങ്ങനെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന്, നിത്യമായ ശിക്ഷയിൽ നിന്ന് എന്നേക്കുമായി നമ്മൾ വീണ്ടെടുത്ത് രക്ഷിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയണം, നമുക്ക് ലഭിച്ച നിത്യരക്ഷയാണ്, നമുക്ക് ലഭ്യമായ വീണ്ടെടുപ്പാണ്. കർത്താവായ യേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവനാണ്. അവിടുന്ന് എന്നോടും നിങ്ങളോടും കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഈ ലോകത്തിന് നിസ്സാരമായ നശ്വരമായ നേട്ടങ്ങളോ ഭൗമികമായ ചില വളർച്ചകളോ അല്ല സഹോദരങ്ങളെ. നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ നിത്യമായ രക്ഷയാണ് കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത്. ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ മറിയ ഫൗസ്റ്റീനാമ്മയോട് കർത്താവ് വെളിപ്പെടുത്തി. ദൈവകരുണയുടെ ഡയറി കുറിപ്പിൽ വിശുദ്ധ മറിയ ഫൗസ്റ്റീന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1146-ാമത്തെ ഖണ്ഡികയിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. മറ്റാരേക്കാളും അവർക്കാണ് എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. എൻ്റെ മകളെ, പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കളോടുള്ള എൻ്റെ കരുണയെപ്പറ്റി എഴുതുക. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതിലും അധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യുന്നു. ശ്രദ്ധിക്കുക എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് എന്താണ് വെളിപ്പെടുത്തിയത്? ഏറ്റവും വലിയ പാപികൾ, കഠിന പാപികൾ, അനുതാപം നഷ്ടപ്പെട്ടവരെ, മാനസാന്തരം ഇല്ലാത്തവരെ, മാർഗപാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ ആരുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക, നിങ്ങൾ എൻ്റെ കരുണയിൽ ശരണപ്പെടുക. ആരെയും മാറ്റി നിർത്താത്ത, ആരെയും തള്ളിക്കളയാത്ത കർത്താവിൻ്റെ കാരുണ്യം, എൻ്റെ സഹോദരങ്ങളെ, അതെത്ര മാധുര്യമുള്ളതാണ്. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയോട് പറഞ്ഞു, വിശുദ്ധീകരണത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. തുടർന്ന് മാർപ്പാപ്പ പറഞ്ഞു, മറ്റെന്തിനേക്കാളും ഉപരി നാളുകളിൽ ദൈവത്തിൻ്റെ ജനം
ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കണം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. തിരുസഭയിൽ ദൈവ കരുണ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ യുവജനങ്ങളിൽ, സഭയുടെ കൂട്ടായ്മകളിൽ, സഭയുടെ സമൂഹങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും കർത്താവിന്റെ കരുണ തീമഴയായി പെയ്തിറങ്ങുവാൻ ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവിനെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു പ്രവാചക ശബ്ദത്തോടെ സഭയെ പഠിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളും ഉപരി ഈ നാളുകൾ നമ്മൾ ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയണം. ഈ കാലഘട്ടത്തെ വിവേചിക്കുന്നവരാകണം കർത്താവിൻ്റെ ജനം. മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ ഈ നാളുകളിൽ നിലവിളിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ദൈവ കരുണയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒത്തിരി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നമ്മളെ കാത്തിരിക്കുന്നില്ല. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള നിർണായകമായ ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, കഠിന പാപികൾ പോലും എൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ, ഞാൻ അവരോട് എൻ്റെ കരുണ വെളിപ്പെടുത്തും, എൻ്റെ കരുണ വെളിപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൈവ കരുണ ആർക്കാണ് ലഭിക്കുന്നത്? ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ കരുണ സകലർക്കുമുള്ളതാണ്. ഈ ലോകത്തിൽ ദൈവ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. കർത്താവിൻ്റെ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ. എന്നാൽ ഈ കരുണ ആർക്കാണ് സ്വീകരിക്കാൻ കഴിയുന്നത്? ഈ കരുണ ആരിലേക്കാണ് ഒഴുകപ്പെടുന്നത്? ദൈവകരുണ എല്ലാവർക്കും ഉള്ളതാണ്, ശ്രദ്ധിക്കണം. എന്നാൽ ഈ കരുണയെ സ്വീകരിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവ കരുണ ആരിലേക്കാണ് ഒഴുകപ്പെടുന്നത്? റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അതെ, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന്, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നീ അറിയുന്നില്ലേ? ശ്രദ്ധിക്കുക, നിന്നെ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവ കരുണയുടെ ലക്ഷ്യം. എൻ്റെ സഹോദരൻ, മറ്റൊന്നുമല്ല. ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവ കരുണയെ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന് നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് നശ്വരമായ ലാഭങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ സഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, പലപ്പോഴും എത്രയും പെട്ടെന്ന് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നടന്ന് കിട്ടുവാൻ വേണ്ടി ദൈവ കരുണ ചൊല്ലി, കരുണയുടെ ജപമാല ചൊല്ലി 4, 5, 10 കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, ദൈവ കരുണയ്ക്ക് വലിയ ശക്തിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? കർത്താവ് മരിയ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ കരുണയെ വിസ്മരിക്കരുത്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ കരുണ വചനം പഠിപ്പിക്കുകയാണ്, അത് മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നമ്മളെ നയിക്കുന്നു. അപ്പൊ ദൈവ കരുണയുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ആത്മരക്ഷയാണ്, നമ്മുടെ നിത്യമായ രക്ഷയാണ്, നമ്മുടെ നിത്യജീവനാണ്, നമ്മുടെ യുവജനങ്ങളുടെ ആത്മരക്ഷയാണ്, നമ്മുടെ കുടുംബങ്ങളുടെ രക്ഷയാണ്, നമ്മുടെ സമൂഹങ്ങളുടെ രക്ഷയാണ്, ഈ ലോകത്തിന്റെ രക്ഷയാണ് ദൈവ കരുണയുടെ ലക്ഷ്യം. അനുതപിക്കുന്ന ആത്മാക്കളിലേക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിക്കണമേ.
അനുതപിക്കുന്ന ആത്മാക്കളിലേക്കാണ് ദൈവ കരുണ ഒഴുകപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുതപിക്കുന്ന ആത്മാക്കളിലേക്ക്, അനുതാപമുള്ള മാനസാന്തരമുള്ള ജീവിതങ്ങളിലേക്കാണ് ദൈവത്തിന്റെ കരുണ ഒഴുകപ്പെടുക. അവർക്കാണ് അത് സ്വീകരിക്കാൻ കഴിയുന്നത്, റിസീവ് ചെയ്യാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കരുണ എല്ലാവർക്കും ഉള്ളതാ, ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ കരുണ സ്വീകരിക്കാൻ കഴിയുന്നത് അനുതാപികളായ ആത്മാക്കൾക്കാണ്, മാനസാന്തരമുള്ള ആത്മാക്കൾക്കാണ്. അല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ കരുണ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവ കരുണ അനുതാപികളായ മാനസാന്തരമുള്ള ആത്മാക്കൾക്കുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30 എന്താ വചനം പഠിപ്പിക്കുന്നത്? അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അനുതപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എല്ലാ ജനങ്ങളും, ലോകത്തിലെ സകല മനുഷ്യരും സഹോദരങ്ങളെ, ആർക്കും അതിൽ നിന്ന് ഒഴികഴിവില്ല. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, സകല മനുഷ്യരും അനുതപിക്കണമെന്ന്, മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു, കർത്താവ് കൽപ്പിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മൾ നിത്യമായി നശിച്ചു പോകാതിരിക്കാൻ. ഇതാണ് ദൈവ കരുണയുടെ ലക്ഷ്യം. നമ്മൾ നിത്യമായി നശിക്കാതിരിക്കുവാൻ കർത്താവിന്റെ കരുണാർദ്രമായ സ്നേഹം നമ്മിലേക്ക് ഒഴുകപ്പെടുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും ലൂക്കായുടെ സുവിശേഷം 13:5 വ്യക്തമായി നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സകല പാപികളെയും എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക, എൻ്റെ കരുണയിലേക്ക് എല്ലാ ആത്മാക്കളെയും കൊണ്ടുവരിക, ഈ ലോകം മുഴുവനെയും എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക, കുടുംബങ്ങൾ എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക, സകല മനുഷ്യരെയും എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക. കാരണം മനുഷ്യവർഗത്തിന് ദൈവത്തിന് നൽകാനുള്ള ഏറ്റവും ഒടുവിലത്തെ സമ്മാനമാണ് തൻ്റെ കരുണ. ഇനി ഒന്നും നമുക്ക് നൽകാനില്ല പ്രിയപ്പെട്ടവരെ. ഒടുവിലത്തെ സമ്മാനമാണ് മനുഷ്യവർഗത്തിന് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്വർഗം നമ്മോട് കാണിക്കുന്ന ഏറ്റവും അവസാനത്തെ സമ്മാനമാണ് കർത്താവിന്റെ കരുണ. സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഇനി മറ്റൊരു സമ്മാനം നമുക്ക് കർത്താവിനായി നൽകാനില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക. ദൈവ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ, ദൈവ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഇല്ല. നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, എനിക്ക് കർത്താവിൻ്റെ കരുണയുടെ ആവശ്യമില്ല, എനിക്ക് ഔദാര്യം ആവശ്യമില്ല, എനിക്ക് കർത്താവിൻ്റെ കാരുണ്യം ആവശ്യമില്ല? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം അടഞ്ഞിരിക്കുന്നു. നമ്മൾ തികച്ചും അഹങ്കാരികളാണെന്ന് എൻ്റെ അർത്ഥം. ദൈവ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നു കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കാരുണ്യം. അതുകൊണ്ട് 1146 ഖണ്ഡികയിൽ നാം വീണ്ടും കാണുന്നുണ്ട്, വിധിയാളനായി, ഒരു ന്യായാധിപനായി കർത്താവ് വരുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിച്ച് ഒരുമിച്ച് വായിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റീനമ്മയുടെ കർത്താവ് പറഞ്ഞു, എഴുതുക, നീതിയുള്ള ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എന്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. ശ്രദ്ധിച്ചേ,
കർത്താവ് തന്റെ കരുണയുടെ കവാടം മലർക്കെ നമുക്കായി തുറന്നിരിക്കുന്ന കൃപയുടെ സമയമാണിത്. കൃപയുടെ സമയം. എന്നാൽ സഹോദരങ്ങളെ, ഈ സമയം ഇനി അധികം നാൾ നീണ്ടു പോവുകയില്ല. ഇത് ഒത്തിരി നാൾ നീണ്ടു പോവുകയില്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവ കരുണയുടെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. സ്തുതിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവചനാത്മാവിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട്, ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് സഭയോട് പറയുക, ഒരു വലിയൊരു പ്രൊഫസിയാണ്. സഭയ്ക്ക് നൽകുന്ന പ്രവചനം എന്താണ്? യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം, 1 ജോൺ 2-ാം അധ്യായം 18-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. ഒരുമിച്ച് എല്ലാവരും വചനം ഏറ്റു പറഞ്ഞേ. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. ഇത് അവസാന മണിക്കൂറാണ്. അന്ത്യക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ഇത് അവസാന മണിക്കൂർ. ഈസ് എ ഫൈനൽ അവർ. നമ്മൾ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ഇന്ന് ലോകത്തിൽ നടമാടുന്ന വളരെ കലുഷിതമായ പ്രതിസന്ധികളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നമ്മെ കാത്തിരിക്കുന്നില്ല സഹോദരങ്ങളെ. ഇതാ ഒടുവിലത്തെ സമ്മാനമായി നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ, ഈ ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷയ്ക്ക് വിധേയരാകാതിരിക്കാൻ, നമ്മുടെ വീണ്ടെടുപ്പിനും നിത്യമായ രക്ഷയ്ക്കും വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന തന്റെ ഒടുവിലത്തെ സമ്മാനമാണ് തന്റെ കരുണ. ആ കരുണയുടെ കവാടം മലർക്കെ നമുക്കായി അവിടുന്ന് തുറന്നിട്ടിരിക്കുകയാ. എന്നാൽ സഹോദരങ്ങളെ, ഈ ദൈവ കരുണയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ, ദൈവ കരുണയുടെ മണിക്കൂറുകൾ നമ്മൾ തിരിച്ചറിയാതെ, വീണ്ടും ജഡീകരായി, ലൗകികരായി, പാപമിളച്ചതയിൽ നമ്മൾ ജീവിച്ച് അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ സ്വർഗം തരുന്ന വാണിംഗ്, മുന്നറിയിപ്പ് എന്താണ്? ഞാൻ പലപ്പോഴും ഇത് ആ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധമായ ഭയം, ഒരു ഹോളി ഫിയർ ആത്മാവ് എനിക്ക് നൽകാറുണ്ട്. കർത്താവ് വ്യക്തമായി പറയാ, ഒരു കോംപ്രമൈസും ഇല്ല. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് ആ മെസ്സേജ് ഒന്നിച്ച് കുടുംബങ്ങളിലായിരിക്കുന്നവർ, സമൂഹങ്ങളിലായിരിക്കുന്നവർക്ക് ഉണർവോടൊന്ന് വായിച്ചേ. എന്താ കർത്താവ് പറയുന്നത്? കരുണയുടെ കവാടത്തിലൂടെ ഒരുമിച്ച് വായിച്ചോ. പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എന്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവനീതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കരുണ മാത്രമല്ല, നമ്മുടെ കർത്താവ് കരുണാമയനാണ്. എന്നാൽ മറക്കരുത്, അവൻ നീതിയുടെ ദൈവമാണ്. നീതിയുടെ ദൈവം. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി, ആ ദൈവ കരുണയെക്കുറിച്ചുള്ള ഡയറി കുറിപ്പിൽ 965-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം കർത്താവ് മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ പറഞ്ഞത്? രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. എന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്റെ സഹോദരങ്ങളെ, ഈ ദൈവ കരുണയുടെ തിരുനാളിനോട് ബന്ധപ്പെട്ട് എത്രയോ ഇടങ്ങളിലാണ് കർത്താവിന്റെ കരുണ പ്രഘോഷിക്കപ്പെടുന്നത്. എത്രയോ ധ്യാന കേന്ദ്രങ്ങളിലൂടെ എത്രയോ വന്യ വൈദികരെ, സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ ദൈവ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുന്നൊരു സമയമാണിത്. ലോകം മുഴുവനിലും ദൈവ കരുണയുടെ സന്ദേശം ഇന്ന് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നു, എന്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുക, ലോകത്തോട് വിളിച്ചു പറയുക, ജനപദങ്ങളോട് പ്രഘോഷിക്കുക. സകല ആത്മാക്കളെയും
എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക. ഇത് കർത്താവിൻ്റെ മനസ്സാണ്. സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. എല്ലാ ആത്മാക്കളെയും സകല മനുഷ്യരെയും എൻ്റെ കരുണയിലേക്ക് കൊണ്ടുവരിക. കർത്താവ് എന്താ പറയുന്നത്? ആ സന്ദേശം നോക്കിക്കേ. എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭയാനകമായ ദിനം ആസന്നമായിരിക്കുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭയാനകമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭയാനകമായ ദിനം, കർത്താവിന്റെ ദിനം. അങ്ങനെ ഒരു ദിവസം കർത്താവിന്റെ കരങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകം ഭയന്ന് വിറയ്ക്കുന്ന സകല മിഴികളും അത് ദർശിക്കും. തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ രാജാതിരാജാവായി കുരിശടയാളത്തോടുകൂടി കർത്താവ് വീണ്ടും വരുന്നത് സകല മിഴികളും ദർശിക്കും. അഹങ്കാരികൾ ഞെട്ടിവിറയ്ക്കും, ലോകം ഭയന്ന് വിറയ്ക്കും. സഹോദരങ്ങളെ, ഇതൊന്നും കെട്ടുകഥകളല്ല. ഇതൊന്നും മാനുഷികമായിട്ടുള്ള സാങ്കല്പികമായ ഭാവന സൃഷ്ടികളല്ല. ഇത് വ്യക്തിപരമായ വെളിപാടുകളല്ല. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഇത് കർത്താവിന്റെ നിർമ്മലമായ വചനമാണ്. 2000 വർഷമായിട്ടുള്ള കർത്താവിന്റെ പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകരും പഠിപ്പിച്ച പ്രഘോഷിച്ച നിത്യസത്യമാണിത്. നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം, സെക്കൻഡ് കമ്മിങ്, അവിടുത്തെ വീണ്ടും വരവ്. സഹോദരങ്ങളെ, ഇതൊക്കെ ചുമ്മാ ഒരു തട്ടിപ്പാണ് എന്നാണ് നമ്മൾ കരുതുന്നത് എങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. അതൊരു ഡിസീവിംഗ് തോട്ടാണ്. പിശാച് തരുന്ന ചതിയുടെ ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കണം. ഭീകരമായ എൻ്റെ നീതിയുടെ ഭീകരമായ ദിനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, 848 ഖണ്ഡികയിൽ എന്താണ് കർത്താവ് പറഞ്ഞത്? ശ്രദ്ധിക്കണം. നമ്മൾ ദൈവ കരുണയുടെ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഉച്ചത്തിലൊന്ന് വായിച്ചേ. ദൈവ കരുണ അന്ത്യകാലത്തിനുള്ള എന്റെ അടയാളമാണ്. അന്ത്യകാലത്തിനുള്ള എന്റെ അടയാളമാണ്. ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ആരുടെയും കണ്ടുപിടുത്തമല്ല. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയ്ക്ക് ഈ കാലഘട്ടത്തിന് വേണ്ടി, യുഗാന്ത്യ സഭയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്ത പ്രവചന സന്ദേശങ്ങളാണ്. കർത്താവ് കൊടുത്ത രക്ഷയുടെ സന്ദേശങ്ങളാണ്. എന്താ പറയുന്നത്? എൻ്റെ കരുണ അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ്. അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളം. അതിനുശേഷം എൻ്റെ നീതിയുടെ ദിനം വരും. എൻ്റെ കരുണയിലേക്ക് അവരെ കൊണ്ടുവരിക. എൻ്റെ കരുണയിലേക്ക് അവരെ കൊണ്ടുവരിക. ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ നീതിയുടെ ദിനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ നീതിയുടെ ദിനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, വിശ്വസിക്കുന്നുണ്ടോ? ശരീരത്തിൽ ചിരിക്കുക. ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? നാം മനസ്സിലാക്കണം, അങ്ങനൊരു ദിവസമുണ്ട്. ലോക ചരിത്രത്തിൽ അങ്ങനൊരു ദിവസമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഷെക്കന ന്യൂസിൽ ഈ വരുന്ന ഏപ്രിൽ 9 മുതൽ മെയ് മാസം 18 വരെ നീണ്ടു നിൽക്കുന്ന 40 ദിനങ്ങൾ ശുശ്രൂഷകൾ, ഈറ്റുനോവിൻ്റെ കാലം. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് എപ്രകാരം കർത്താവിൻ്റെ ജനം ആത്മീയമായി ഒരുങ്ങണം, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എപ്രകാരം പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കണമെന്ന് സ്വർഗം നമുക്ക് തരുന്ന പ്രവചന സന്ദേശങ്ങളാണ് ഈറ്റുനോവിൻ്റെ കാലമെന്ന ശുശ്രൂഷയിലൂടെ തൻ്റെ ജനത്തിന് കർത്താവ് നൽകുവാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിക്കുക, അനേകരെ അറിയിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 10:6
അപ്പോസ്തലൻ യോഹന്നാൻ ഒരു പ്രവാചക, ഒരു പ്രൊഫറ്റിക് വിഷൻ യോഹന്നാസിലേക്ക് ഉണ്ടാവുകയാണ്. യോഹന്നാസിലേക്ക് കാണുകയാണ്. എന്താ കാണുന്നത്? ഒരു ദൈവദൂതൻ വിളിച്ചു പറയുന്നു, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് പറയാണ്. ആ ദൂതൻ ആണയിട്ട് പറയാ, ആകാശവും ഭൂമിയും സമുദ്രവും ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച ജീവിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ ആണയിട്ട് പറയാം. എന്താ ആണയിട്ട് പറയുന്നത്? ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല, കാലമാസന്നമായിരിക്കുന്നു. കർത്താവിന്റെ നീതിയുടെ ദിനം ഇനി വളരെ വളരെ അകലെയല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ നീതിയുടെ ദിവസം ആഗതമായി കൊണ്ടിരിക്കുന്നു. അത് ഒത്തിരി വിദൂരത്തല്ല, നമ്മുടെ അരികിൽ എത്തിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് കർത്താവ് വേദനയോടെ പറയുന്നത്, മക്കളെ, നിങ്ങൾ എൻ്റെ കരുണയിലേക്ക് വരിക. എൻ്റെ കരുണയുടെ കവാടം ഞാൻ നിങ്ങൾക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കരുണ വിസ്മരിച്ച് അവഗണിച്ച് ജീവിക്കരുതേ, ജീവിക്കരുതേ. എൻ്റെ കരുണയെ ആരെല്ലാം അവഗണിക്കുന്നുവോ അവർക്കെല്ലാം എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിന്റെ മുന്നറിയിപ്പാണ്. ഇത് സ്വർഗം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ്. നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം നിലച്ചാൽ കഴിഞ്ഞില്ലേ സഹോദരങ്ങൾ? എല്ലാം തീർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? എത്ര പേരെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. കൊച്ചുകുട്ടികൾ വരെ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. എല്ലാം കർത്താവിന്റെ ദാനമാണ്. അവിടെ നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം വരെ എന്നുള്ള സത്യം മറന്ന് ജീവിക്കരുതേ. അത് അപകടമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മൾ അറിയിക്കുകയാണ്. നമ്മൾ പാടുന്നില്ലേ, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം വിട്ടുപോ, എന്നാലോ നാമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. ഇന്നലെ വരെ ഈ ലോകത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ഇന്ന് പ്രഭാതം കണ്ടില്ല സഹോദരങ്ങളെ. ഈ പ്രഭാതത്തിൽ അവർ ഉണർന്നില്ല. അവർക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, പഠിപ്പില്ലാഞ്ഞിട്ടല്ല, ഈ ലോകത്തിന്റെ നന്മകളില്ലാഞ്ഞിട്ടല്ല. പലരും സൈലന്റ് അറ്റാക്ക് വന്ന് മറ്റു പല കാരണങ്ങളാൽ മരണപ്പെട്ടു പോയി. എന്നാൽ എന്റെയും നിന്റെയും ആയുസ്സിനോടൊപ്പം ഒരു ദിനം കൂടെ കർത്താവ് കൂട്ടിച്ചേർത്ത് തന്നു. എന്തിനു വേണ്ടി? കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് ആ കരുണയിൽ ജീവിക്കുവാൻ, ആ കരുണ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ, ആ കരുണയിലേക്ക് അനേകം അസംഖ്യം ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മുടെ ആയുസ് നീട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സത്യം തിരിച്ചറിയാതെ ജീവിക്കരുത്. ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. യോഹന്നാസിലേക്ക് വ്യക്തമായി കേൾക്കുകയാണ്, കാണുകയാണ്. ദൂതൻ ആണയിട്ട് പറയാ, ഇനി കാലവിളംബം ഉണ്ടാകുകയില്ല, ഇനി കാലവിളംബം ഉണ്ടാകുക. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ സഭയിലെ, നമുക്കറിയാം, അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് യാക്കോബ് ശ്ലീഹ. പ്രവചനാത്മാവിൽ സഭയോട് പറഞ്ഞു, താൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ, നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. അതെന്ന്? അത് കർത്താവിന് മാത്രമേ അറിയൂ. പക്ഷെ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം, അത് ഒത്തിരി വിദൂരത്തല്ല.
ഒരുപാട് സഹസ്രാബ്ദങ്ങൾ കർത്താവിൻ്റെ വീണ്ടും വരവനായി നമ്മെ കാത്തിരിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ കർത്താവ് പറഞ്ഞ പല പ്രധാന പ്രവചനങ്ങൾ നിറവേറപ്പെടും. സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന കാലം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു കാലമാണ്. നിർണായകമായൊരു കാലം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ് എൻ്റെ കരുണ. അന്ത്യകാലത്തിനുള്ള അടയാളമാണ് എൻ്റെ കരുണ. അവസാനത്തെ അടയാളമാണ് ഇനി നീതിയുടെ സമയമാണ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എല്ലാവരും ചേർന്ന് പാടിക്കേ, പ്രത്യാശയോടെ പാടിക്കേ. രാജാധിരാജൻ മഹിമയോടെ, ആമേൻ ആമേൻ, വാനമേഘത്തിൽ വാനമേഘത്തിൽ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ കർത്താവ് വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് ഇപ്രകാരം പറഞ്ഞു. 429 ഖണ്ഡികയിൽ, ദൈവകരുണയുടെ ഡയറിക്കുറിപ്പിൽ 429 ഖണ്ഡികയിൽ എന്താണ് കർത്താവ് പറഞ്ഞത്? ലോകത്തെ എൻ്റെ അവസാന വരവിന് വേണ്ടി, എൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി, എൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി നീ ഒരുക്കണം. നിങ്ങൾ സംശയമുള്ളവരെ ആ ഡയറിക്കുറിപ്പ് 429 ഖണ്ഡിക വായിക്കണം. സഹോദരങ്ങൾ, ഇത് തിരുസഭ അംഗീകരിച്ചിരിക്കുന്ന, മനസ്സിലാക്കണം, സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന. നീ എൻ്റെ പ്രത്യാഗമനത്തിനായി, സെക്കൻഡ് കമ്മിങ്ങിനായി നീ ലോകത്തെ ഒരുക്കണം. അപ്പൊ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വീണ്ടും വരവനായി, കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ ഒരുക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന ഒടുവിലത്തെ സമ്മാനമാണ് ദൈവത്തിൻ്റെ കരുണ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയം ഒന്ന് മനസ്സിലാക്കിക്കുക. നിങ്ങൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ഒന്ന് തിരിച്ചറിഞ്ഞ്, നമ്മൾ ഇന്ന് എന്താ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്? ലോകം ഒരു ഭയപ്പാടിലാണ്. മറ്റൊരു വേൾഡ് വാറിലേക്ക് ലോകം പോകുമോ? പലരും ഇന്ന് ആശങ്കപ്പെടുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേൽ ആക്രമിക്കാനായി ഇതാ ഇറാൻ ഒരുങ്ങുന്നു, സ്തുതി കേൾക്കുന്നു. റഷ്യ മറുഭാഗത്ത് യുദ്ധക്കോപ്പുകളെല്ലാം ഒരുക്കുന്നു. ലോകം വലിയ ഒരു ഭയപ്പാടിലാണ്. എങ്ങോട്ടാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും അക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളും മതപീഡനവും വിശ്വാസത്യാഗവും കൊടിയ ദൈവനിഷേധവും ദൈവദൂഷണവും പാപം മ്ലേച്ഛതയുടെ അതിപ്രസരവും വിനാശകരമായ ദൈവനിന്ദയും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങൾ ഇന്ന് ലോകത്തിൽ അതുപോലെ പെരുകി 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 പെരുകിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ആത്മീയമായ ഒരുക്കത്തിന്റെ സമയമാണ്. ദൈവകരുണയിൽ അഭയം പ്രാപിക്കുവാനുള്ള സമയമാണ്. കർത്താവിന്റെ കരുണയിലേക്ക് അസംഖ്യം ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമാണ്. ജീസസ്, ജീസസ്, എൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനായി നീ ലോകത്തെ ഒരുക്കുക. തുറന്ന് എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കരുണയെപ്പറ്റി ലോകത്തോട് സംസാരിക്കുക. എൻ്റെ കരുണയെപ്പറ്റി ലോകത്തോട് സംസാരിക്കുക. എൻ്റെ കരുണയെപ്പറ്റി ലോകത്തോട് സംസാരിക്കുക. എൻ്റെ കരുണയെപ്പറ്റി ലോകത്തോട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെയും ഈ കരുണ ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെയും സഭയിൽ ഈ കരുണ പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളുടെ ശുദ്ധീകരണം, നമ്മുടെ യുവജനങ്ങളുടെ ആത്മരക്ഷ, നമ്മുടെ സഭയുടെ നവീകരണം,
നമ്മുടെ ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കണമെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ പഠിപ്പിക്കുകയാണ്. ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക, ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കുവാൻ പ്രവചനാത്മാവിൽ വിശുദ്ധനായ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണ്ടേ. പത്രോസിൽ എഴുതിയ രണ്ടാമത്തെ ലേഖനം 3:9 നാം തിരിച്ചറിയുക, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. കർത്താവ് വീണ്ടും വരാൻ വൈകുന്നത് എന്തുകൊണ്ട്? ആ കാര്യം കർത്താവ് മറന്നുപോയിട്ടല്ല. തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അവിടുന്ന് താമസം വരുത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിന്റെ പ്രത്യാഗമനം വൈകിക്കൊണ്ടിരിക്കുന്നത്? അതിന് കാരണം എന്താ? ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. തൻ്റെ പ്രത്യാഗമനം കർത്താവ് മറന്നുപോയിട്ടല്ല, തൻ്റെ സെക്കൻഡ് കമ്മിങ് കർത്താവ് മറന്നുപോയിട്ടല്ല. നമ്മളാരും നശിച്ചു പോകാതെ നമ്മളെല്ലാവരും അനുതപിച്ച് നിത്യരക്ഷ പ്രാപിക്കണം, നിത്യജീവൻ സ്വന്തമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ. അതാണ് ദൈവത്തിന്റെ കരുണ, അതാ ദൈവ കരുണ. നമ്മൾ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിന്റെ സ്നേഹമാണ് അവിടുത്തെ കാരുണ്യം. ഹല്ലേലൂയ! ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ സ്നേഹം, അതാണ് അവിടുത്തെ കരുണ സഹോദരങ്ങളെ. അതാണ് അവിടുത്തെ കരുണ, അതാണ് അവിടുത്തെ കരുണ. ഈ കരുണയിലേക്ക് ആരെല്ലാം സമർപ്പിക്കപ്പെടുന്നവോ അവരൊരു നാൾ നശിച്ചു പോകുകയില്ല എന്ന് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്, കർത്താവിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, നീതിയുടെ ദിനം അത് തമാശ കളിയല്ല. എന്താണ് ദൈവനീതി എന്ന് പറയുന്നത്? അർഹിക്കുന്നവർക്ക് അർഹമായത് നൽകുന്നതാണ് നീതി. പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ദൈവനീതിയാണ്. വെളിപാട് പുസ്തകം 22:12 കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നു, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്. ഓരോരുത്തർക്കും സ്വന്തം കഴിവനുസരിച്ചോ, സ്വന്തം പൊസിഷൻ അനുസരിച്ചോ, സ്വാധീനമനുസരിച്ചോ, അവരുടെ സമ്പത്തനുസരിച്ചോ, അവരുടെ ആൾബലം അനുസരിച്ചോ ആണോ? അല്ല സഹോദരങ്ങളെ, അതൊക്കെ ഈ ലോകത്തിലുള്ളോ? അവിടെ അതൊന്നുമില്ല. അവിടെ നീതി മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം, പ്രവർത്തികൾക്കനുസരിച്ച്. എല്ലാവരും പറഞ്ഞ്, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം. പറഞ്ഞേ, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം. പൊസിഷൻ അനുസരിച്ചാണോ? നമ്മുടെ കഴിവുകൾ അനുസരിച്ചാണോ? നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണോ? നമ്മുടെ സമ്പത്ത് അനുസരിച്ചാണോ? നമ്മുടെ എഡ്യൂക്കേഷൻ ഡിഗ്രികൾ അനുസരിച്ചാണോ? അല്ല സഹോദരങ്ങളെ, അതൊക്കെ ലോകത്തില് നശ്വരമാണ്. അതൊക്കെ പ്രവർത്തികൾക്കനുസരിച്ച്. ഇപ്പൊ ദൈവ കരുണയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കണം, വിശ്വസ്തയോടെ ജീവിക്കണം, ദൈവവചനത്തിൽ ജീവിക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാണെന്ന് കർത്താവ് പറയുന്നത്. കരുണ ഈ ലോകത്തിൽ മാത്രമുള്ളൂ. ഈ ലോകം വിട്ടുപോയാൽ ദൈവത്തിന് നീതിയാണ് സഹോദരങ്ങളെ. ഈ സത്യം നമ്മൾ മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 16:27 ഇതേ കാര്യം കർത്താവ് വ്യക്തമാക്കുകയാണ്. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ മിറക്കിൾ, അത്ഭുതം അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം. രാജാതി രാജാവായി
തൻ്റെ പരിശുദ്ധന്മാരോട് കൂടെ വാനമേഘങ്ങളിൽ ഒരു ഷടയാളത്തോടു കൂടി കർത്താവ് എഴുന്നള്ളി വരുന്നത് സകല മിഴികളും ദർശിക്കും, ലോകം മുഴുവൻ ദർശിക്കും. ശരിക്കും ലൈവ് ടെലികാസ്റ്റിംഗ് ആണത്. എല്ലാവരും സകല മിഴികളും അത് ദർശിക്കും. അതാണ് ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ മിറക്കിൾ, ഏറ്റവും വലിയ മിറക്കിൾ. ഇതൊരു മിത്തല്ല, ഇതൊരു കെട്ടുകഥയല്ല, ഒരു ജൽപ്പനമല്ല, ഇതൊരു ഭാവന സൃഷ്ടിയല്ല. ഇതെന്തോ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയല്ല സഹോദരങ്ങളെ. ഇത് വിശ്വാസ സത്യമാണ്. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദൈവ പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമാണ് അവിടുത്തെ പ്രത്യാഗമനം, സെക്കൻഡ് കമ്മിങ്. തനാകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് വീണ്ടും വരുന്നു. എത്ര അർത്ഥവത്താണ് ദൈവത്തിൻ്റെ വചനം സഹോദരങ്ങളെ. ദൈവനീതിയുടെ സമയം ആഗതമാകുന്നതിന് മുൻപ് ദൈവകരുണയിൽ ശരണപ്പെടുക. ദൈവകരുണയിലേക്ക് ഈ ലോകം മുഴുവനെ കൊണ്ടുവരിക. ആത്മാക്കളെ കൊണ്ടുവരിക, കുടുംബങ്ങളെ കൊണ്ടുവരിക, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അവിടെ നമുക്ക് സുരക്ഷിതത്വമുണ്ട്, അവിടെ നമുക്ക് ബ്ലെസ്സിങ്, അനുഗ്രഹമുണ്ട്, അവിടെ നമുക്ക് രക്ഷയും വീണ്ടെടുപ്പുമുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവകരുണയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്താത്ത കർത്താവിൻ്റെ സ്നേഹമാണ്. ആരെയും അവിടുന്ന് മാറ്റി നിർത്തുന്നില്ല. പലരും എന്നോടൊന്ന് പറയാറുണ്ട്, ബ്രദറെ, ഞങ്ങൾക്ക് എങ്ങനെ ദൈവത്തിന് കരുണ ലഭിക്കാം, ഞങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? 10 പ്രമാണങ്ങൾ ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ 10 പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ വന്നിട്ടുണ്ട്. തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്. ദൈവവചനമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. പരിശുദ്ധ കുദാശകളിൽ വിശ്വാസമില്ല. ഞങ്ങളുടെ കുടുംബം വലിയ തകർച്ചയിലും കൊടിയ നാശത്തിലുമാണ്. ഞങ്ങൾക്ക് കരുണ ലഭിക്കുമോ? പലരും ആശങ്കയോടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആശങ്ക വേണ്ട. അനുതപിച്ച് താഴ്മയോടെ, എളിമയോടെ, എളിമയുള്ള ആത്മാക്കളിലേക്കാണ് കരുണ ഒഴുകുന്നത്. അനുതാപമുള്ള ആത്മാക്കളിലേക്കാണ് കരുണ ഒഴുകുന്നത്. താഴ്മയോടെ കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവ കരുണ നമ്മളെ വീണ്ടെടുക്കും. ദൈവ കരുണ നമ്മളെ വീണ്ടെടുക്കും. സർവനാശങ്ങളിൽ നിന്ന്, കൊടിയ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ, വിമോചിപ്പിക്കുവാനുള്ള പവർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ കാരുണ്യത്തിന് മനോഹരമായ ചിത്രം സുവിശേഷങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അത് ഈശോയുടെ വംശാവലിയാണ്. കർത്താവിൻ്റെ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേരുകൾ നമുക്കതിൽ കാണാം. അതിൽ പല സ്ത്രീകളുടെ പേരുകൾ ഉണ്ടെങ്കിൽ പ്രധാനമായ 5 സ്ത്രീകളുടെ പേരുണ്ട്. അതിലൊന്നാമത്തെ സ്ത്രീയാണ് മത്തായി 1:3 വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 1:3 വരുമ്പോൾ അവിടെ കാണാം. അതാരാണ്? അത് സഹോദരങ്ങളെ താമാറാണ്. പെരസിൻ്റെയും സെറായിയുടെയും അമ്മ താമാറാണ്. ഈ താമാർ ആരായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 38-27 പറയുന്നുണ്ട് അല്ലേ? 38 അവിടെ നമുക്കത് കാണാൻ പറ്റും. 24 ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്ന് യൂദ കേട്ടു. ഈ യൂദ, നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ യൂദയുടെ മരുമകളാണ് ഈ താമാർ. നമുക്ക് കാണാൻ പറ്റും, ഇവളുടെ ഭർത്താവ് മരിച്ചു. അവളുടെ കുടുംബത്തിന്, ഭർത്താവിൻ്റെ കുടുംബത്തിന് അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലായിരുന്നു. അവളൊരു വഴി ഒരു വേശ്യാസ്ത്രീയുടെ വസ്ത്രമൊക്കെ ധരിച്ചിരുന്നു. അങ്ങനെ യൂദ യാത്ര പോണ സമയത്ത് ഇതൊരു വേശ്യയായിരിക്കും എന്ന് ചിന്തിച്ച് തൻ്റെ മരുമകളുമായി അത് പാപം ചെയ്യാണ്. അങ്ങനെ തൻ്റെ അമ്മായിപ്പനിൽ നിന്ന് 2 മക്കള്, അവൾ പ്രഗ്നൻ്റ് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. നിങ്ങൾ ചിന്തിച്ച് നോക്കി, അമ്മായിപ്പനുമായി പാപം ചെയ്ത താമാർ എന്ന് പറയുന്ന സ്ത്രീയെ കർത്താവായ യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ദൈവം കൂട്ടിച്ചേർത്തു. ദൈവം അവളെ കൈവിട്ടില്ല സഹോദരങ്ങളെ. അപ്പം ആരെയും മാറ്റി നിർത്താത്ത കർത്താവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം.
എത്ര കഠിന പാപി, അത് ഈശോ പറഞ്ഞു, ഏറ്റവും വലിയ പാപികൾ അവർ എൻ്റെ കരുണയിലേക്ക് വരട്ടെ. അപ്പൊ കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. ആരെയും തള്ളിക്കളയുന്നില്ല. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു സ്ത്രീ ആരാന്നറിയോ? മത്തായിയുടെ സുവിശേഷം 1:5. അതാരാണ്? റാഹബാണ്. ആരാണ് ഈ റാഹബ്? ജോഷുവയുടെ പുസ്തകം 2:1. ജോഷുവ 2:1 വായിച്ച് അവിടെ പറയുന്നുണ്ട്, ഈ റാഹബ് ആരാണ്? നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 പേർ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറിക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, ജെറീക്കോ പട്ടണത്തിലെ ഒരു പരസ്യ വേശ്യ പെണ്ണായിരുന്നു, വേശ്യ സ്ത്രീ ആയിരുന്നു റാഹബ്. ഈ റാഹബിനെയും നമ്മുടെ കർത്താവ് ഈശോയുടെ മുതുമുത്തശ്ശിയായിട്ട് ആ രക്ഷാകര ചരിത്രത്തിൽ ദൈവപിതാവ് കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാം അനുദപിക്കുന്ന, നിങ്ങൾ ചിന്തിക്കണം, പിന്നെ റാഹബ് അനുദപിക്കുന്നുണ്ട്, അവളുടെ ജീവിതം മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കണം, അവൾ പരസ്യ വേശ്യ പെണ്ണല്ലേ, അവൾ വേശ്യ സ്ത്രീയല്ലെന്ന് പറഞ്ഞ് കർത്താവ് അവളെ മാറ്റി നിർത്തുന്നില്ല. ആ രക്ഷാകര ചരിത്രം അവളുടെ പേര് കാണാൻ പറ്റും. ഇനി മത്തായിയുടെ സുവിശേഷം 1:6 വരുമ്പോൾ അവിടെ റൂത്ത്. ആരാ റൂത്ത്? ഒരു മോവാബ്യ സ്ത്രീയാണ്, ഒരു വിജാതീയ സ്ത്രീ. ആ വിജാതീയ സ്ത്രീയായ റൂത്തിനെയും ഈശോയുടെ മുതുമുത്തശ്ശിയായി ആ രക്ഷാകര ചരിത്രത്തിൽ യേശുവിന്റെ വംശാവലിയിൽ ദൈവപിതാവ് ഇടം കൊടുക്കുകയാണ്. ആരെയും തള്ളിക്കളയാത്ത കർത്താവിൻ്റെ സ്നേഹം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, റിപ്പന്റ്, അനുദപിക്കുക, മാനസാന്തരപ്പെടുക. കാരണം അനുദപിക്കുന്ന ആത്മാക്കൾക്കാണ്, താഴ്മയുള്ള ആത്മാക്കൾക്കാണ് ഈ കരുണ സ്വീകരിക്കാൻ പറ്റുകയുള്ളതെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ദൈവകരുണ സ്വീകരിക്കാൻ പറ്റുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ കരുണ അനുതാപികളായ ആത്മാക്കൾക്കുള്ളതാണ്. അനുദപിക്കുന്ന ആത്മാക്കളിലേക്കാണ് ദൈവത്തിന്റെ കാരുണ്യം ഒഴുകപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. 4-ാമത്തെ ആളാരാ? മത്തായിയുടെ സുവിശേഷം 1:6 കാണാം, അത് ബത്ശബയുമാണ്. ദാവീദ് രാജാവുമായി വ്യഭിചാരം ചെയ്തവള് ബത്ശബ. അവളെയും ദൈവം മാറ്റി നിർത്തിയില്ല. ഈശോയുടെ മുതുമുത്തശ്ശിയായി ആ വംശാവലിയിൽ രക്ഷാകര ചരിത്രത്തിൽ അവൾക്കും ദൈവപിതാവ് ഇടം കൊടുത്തു. പിന്നീട് നിങ്ങൾ അവരൊക്കെ യേശുവിൻ്റെ വംശാവലിയിൽ ഇടം തേടുകയാണ്. അവരങ്ങനെ അങ്ങോട്ട് തടർന്ന് ജീവിക്കുകയല്ല. പിന്നീട് അവർക്ക് അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി, അവിടെ ദൈവ ഐക്യത്തിൽ ജീവിച്ചു. അവരുടെ ജീവിതം പിന്നീട് കാണുമ്പോൾ നമുക്കതാ കാണാൻ കഴിയുന്നത്. അപ്പോൾ അനുദപിക്കുന്നവർക്കാണ് കരുണ ലഭിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ തലമുറകളിൽ എത്ര വലിയ കൊടിയ പാപങ്ങൾ സംഭവിച്ചാലും, ദൈവകൽപ്പനയുടെ ലംഘനങ്ങൾ ഉണ്ടായാലും, തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാലും നിങ്ങൾ വിഷമിക്കരുത്. അനുദപിക്കുക. ചങ്ക് പൊട്ടി നിലവിളിക്ക് കർത്താവ് തെറ്റിപ്പോയി, നല്ല കുമ്പസാരം നടത്തുക. അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കുക, പാപമോചനം സ്വീകരിക്കുക. സഹോദരങ്ങളെ, ദൈവകരുണയാൽ സ്വർഗം നമ്മളെ പൊതിയും. കർത്താവിൻ്റെ കാരുണ്യത്താൽ നമ്മൾ പൊതിയപ്പെടും. നമ്മൾ നശിച്ചു പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ ദൈവകരുണയുടെ തിരുനാളിനോട് ബന്ധപ്പെട്ട് കർത്താവ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട മെസ്സേജ്, അനുദപിക്കുക, മാനസാന്തരപ്പെടുക. ഇത് മാനസാന്തരത്തിൻ്റെ മണിക്കൂറാണ്. രണ്ടാമതായി, ദൈവകരുണയുടെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മൾ ഈ സത്യം തിരിച്ചറിയാതെ ഇനിയും ജഡീകരായി, ലൗകികരായി, പാപം മ്ലേച്ഛതയിൽ ജീവിച്ചാൽ ദൈവ നീതിയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ഇതൊരു വാണിംഗ്, ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു മുന്നറിയിപ്പിൻ്റെ മെസ്സേജാണിത്. മൂന്നാമത്തേത്, ആരെയും മാറ്റി നിർത്താത്ത, ആരുടെയും നാശം ആഗ്രഹിക്കാത്ത കർത്താവിൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ മഹത്വവും സൗന്ദര്യവും അനുഭവിച്ചുകൊണ്ട് ദൈവകരുണയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സമൂഹങ്ങൾ, ഈ ലോകത്തെ എല്ലാ ജനപദങ്ങളെയും, നമ്മുടെ സഭയെ, യുദ്ധഭീഷണിയിലായിരിക്കുന്ന രാജ്യങ്ങൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങൾ, പ്രതിക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങൾ, തകർച്ചയിലായിരിക്കുന്ന ഒരുപാട് ജനതകളുണ്ട്. ഇവരെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് നിലവിളിക്കാം.
നാം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.